തൃത്താലപ്പന്റെ ആറാട്ടുകടവിന് പുതുജീവൻ നൽകുമെന്ന് എംഎൽഎ വി.ടി. ബൽറാം. നിളയുടെ തീരത്ത് കാലത്തിന്റെ മുറിവുകൾ പേറി നിശബ്ദമായി കിടക്കുന്ന ഒരു ചരിത്ര സ്മാരകത്തിന് വീണ്ടും ജീവൻ നൽകാനുള്ള പ്രതീക്ഷയാണ് തൃത്താലയിൽ ഉയരുന്നത്. നൂറ്റാണ്ടുകളിലെ വിശ്വാസവും സംസ്കാര പാരമ്പര്യവും ചുമന്ന തൃത്താല മഹാദേവ ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിന് പുനരുജ്ജീവനം നൽകുമെന്ന് തൃത്താല എംഎൽഎ വി.ടി. ബൽറാം പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രസിദ്ധമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ തൃത്താല മഹാദേവ ക്ഷേത്രം ആരാധനയുടെ കേന്ദ്രമെന്നതിലുപരി തൃത്താലയുടെ ആത്മാവോട് ചേർന്നൊരു സാംസ്കാരിക അടയാളവുമാണ്. പരമശിവൻ തൃത്താലപ്പൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തോടും പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ മേഴത്തൂർ അഗ്നി ഗുഹോത്രിയായി ബന്ധിക്കപ്പെടുന്ന ഹൈദ്യങ്ങളോടും ചേർന്നാണ് ആറാട്ടുകടവിന്റെ ചരിത്രം ഒഴുകുന്നത്. കാലപ്പഴക്കവും അവഗണനയും ചേർന്ന് നാശോന്മുഖമായ അവസ്ഥയിലായ കടവ് സന്ദർശേഷമാണ് പുനരുജ്ജീവന പ്രഖ്യാപനം നടത്തിയത്. ഇതൊരു കടവല്ല, തൃത്താലയുടെ സാംസ്കാരിക സ്മൃതികളിലേക്കുള്ള വാതിലാണ് എന്ന് സ്ഥലം സന്ദർശിച്ച എംഎൽഎ പറഞ്ഞു. നിലയുടെ കരയിൽ ഇന്നും പഴയ കാലത്തിന്റെ ചുവടുകൾ കേൾക്കാമെന്നും ആ പൈതൃകം സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജന കൂട്ടായ്മയുടെ നിവേദനത്തെ തുടർന്നായിരുന്നു എംഎൽഎയുടെ സന്ദർശനം. DCC സെക്രട്ടറി PM മധു, മണ്ഡലം പ്രസിഡന്റ് M മണികണ്ഠൻ, അമ്പലക്കടവ് സംരക്ഷണ സമിതി പ്രസിഡന്റ് PV കാർത്തികേയൻ, സെക്രട്ടറി TG പരമേശ്വരൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി TP മണികണ്ഠൻ എന്നിവരും മറ്റു പ്രവർത്തകരും സന്ദർശനത്തിൽ പങ്കെടുത്തു.